പ്രളയാനന്തര പുനർനിർമ്മാണത്തിൽ സർക്കാർ പരാജയപ്പെട്ടുവെന്നാരോപിച്ച് യുഡിഎഫിന്റെ സംസ്ഥാന വ്യാപക പ്രതിഷേധം ആരംഭിച്ചിരിക്കുകയാണ്. സെക്രട്ടേറിയറ്റും ജില്ലാ കളക്ടറേറ്റുകളും യുഡിഎഫ് പ്രവർത്തകർ ഇപ്പോൾ ഉപരോധിക്കുകയാണ്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഉമേഷ് ബാലകൃഷ്ണനും കൊച്ചിയിൽ നിന്ന് എസ് അനീഷ് കുമാറും കോഴിക്കോട് നിന്ന് വിനേഷും ചേരുന്നു. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നും ഉമേഷാണ് ഉള്ളത്. ഉമേഷ്, ഈ ദൃശ്യങ്ങളിൽ ബാരിക്കേഡിനിടയിലൂടെ സെക്രട്ടേറിയറ്റിലും മറ്റും പോകാൻ ശ്രമിക്കുന്ന ജീവനക്കാരെ കാണാം. ഉപരോധ സമരം എങ്ങനെയുണ്ട്? പ്രവർത്തകർ രാവിലെ തന്നെ എത്തിയിട്ടുണ്ടോ? ഉപരോധ സമരം ശക്തമാണോ? രാവിലെ 6 മണി മുതൽ തന്നെ യുഡിഎഫ് പ്രവർത്തകർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ എത്തിയിരുന്നു. രാവിലെ 6 മണി മുതൽ തന്നെ കണ്ടോൺമെന്റ് ഗേറ്റ് ഒഴികെയുള്ള മറ്റെല്ലാ ഗേറ്റുകളും പൂർണ്ണമായി യുഡിഎഫ് പ്രവർത്തകർ ഉപരോധിച്ചു. ഇപ്പോഴും ഉപരോധിച്ചുകൊണ്ടുള്ള സമരമാണ് കാണുന്നത്. പ്രതിപക്ഷ നേതാവ് ഈ സെക്രട്ടേറിയറ്റിന് മുന്നിലുള്ള സെക്രട്ടേറിയറ്റ് വളയൽ സമരം ഉദ്ഘാടനം ചെയ്യുന്നത് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയാണ്. രമേശ് ചെന്നിത്തലയും ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഈ സമരപ്പന്തലിന് മുന്നിൽ എത്തിയിട്ടുണ്ട്. സമരഗേറ്റിന് മുന്നിലാണ് ഒന്നാമത്തെ പ്രധാന സമരവേദി. ഇത് കൂടാതെ കണ്ടോൺമെന്റ് ഗേറ്റ് ഒഴികെയുള്ള മറ്റെല്ലാ ഗേറ്റുകളും പൂർണ്ണമായി വലയം ചെയ്തിട്ടുണ്ട്. കണ്ടോൺമെന്റ് ഗേറ്റ് വഴി സെക്രട്ടേറിയറ്റിലേക്കുള്ള ജീവനക്കാരെയും മറ്റു മന്ത്രിമാരെയും ഉദ്യോഗസ്ഥരെയും എല്ലാം പോലീസ് കയറ്റിവിടാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. നിലവിൽ യുഡിഎഫ് നേതാക്കൾ എല്ലാവരും പ്രസംഗിക്കുകയാണ്. അല്പസമയത്തിന് തന്നെ ഉദ്ഘാടന പ്രസംഗം ആരംഭിക്കും. ഉദ്ഘാടന പ്രസംഗ ശേഷം അറസ്റ്റ് വരിക്കാനാണ് ഇവരുടെ തീരുമാനം. പ്രളയാനന്തര ശേഷം പുനർനിർമ്മാണത്തിൽ സർക്കാർ പരാജയപ്പെട്ടു എന്നുള്ള വിഷയമുയർത്തിയാണ് പ്രധാനമായി ഇത്തരമൊരു സമരം, സെക്രട്ടേറിയറ്റ് ഉപരോധ സമരവും കൂടാതെ മറ്റു ജില്ലകളിൽ കളക്ടറേറ്റ് ഉപരോധ സമരവും നടത്തുന്നത്. കൂടാതെ ശബരിമല വിഷയവും വിശ്വാസികളെ സർക്കാർ വഞ്ചിച്ചു എന്ന വിഷയവും ഉയർത്തുന്നു. ഇതോടൊപ്പമാണ് സംസ്ഥാനത്തെ ക്രമസമാധാനം പൂർണ്ണമായി തകർന്നു എന്നുള്ള ഒരു കാര്യം കൂടി ഉയർത്തി. ഇത്തരത്തിൽ 3 വിഷയങ്ങൾ ഉയർത്തിയാണ് ഇത്തരമൊരു പ്രതിഷേധത്തിന് യുഡിഎഫ് മുന്നോട്ടിറങ്ങുന്നത്. എന്തായാലും ഇലക്ഷന് മുമ്പ്, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് യുഡിഎഫ് ഘടകങ്ങളെല്ലാം ഒന്ന് ഏകോപിപ്പിക്കാനും യുഡിഎഫ് പ്രവർത്തകരെ ഏകോപിപ്പിക്കാനും ഈ ഒരു സമരം ആവശ്യമായിട്ടാണ് എന്നാണ് നേതാക്കൾ കരുതുന്നത്. അതുകൊണ്ട് തന്നെ ഒരു തെരഞ്ഞെടുപ്പിന്റെ അനൗദ്യോഗിക തുടക്കം കൂടിയാണ്, തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അനൗദ്യോഗിക തുടക്കം കൂടിയാണ് ഇവിടെ ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ കാണുന്നത്. എന്തായാലും വലിയൊരു യുഡിഎഫ് പ്രവർത്തകരുടെ ഒരു വലിയൊരു കൂട്ടം തന്നെ ഇവിടെ സെക്രട്ടേറിയറ്റ് വളഞ്ഞ് സമരം തുടങ്ങിയിട്ടുണ്ട്. അല്പസമയത്തിന് തന്നെ രമേശ് ചെന്നിത്തല ഇത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കും. ഞാൻ മടങ്ങി വരാം ഉമേഷിലേക്ക്. ഇപ്പോൾ കൊച്ചിയിൽ നിന്നും അനീഷാണ് ചേരുന്നത്. അനീഷ്, നേരത്തെ കഴിഞ്ഞ യുഡിഎഫ് യോഗത്തിൽ വന്നിട്ടുള്ളൊരു പ്രധാനപ്പെട്ട തീരുമാനമുണ്ട്. ശബരിമലയ്ക്കപ്പുറം തെരഞ്ഞെടുപ്പ്, ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത് കൊണ്ട് തന്നെ എല്ലാ വിഷയങ്ങളിലും വോട്ടർമാരിൽ എത്തിക്കാനാവണം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായ ഒരു വികാരം, വിഷയങ്ങൾ സജീവമാക്കണം എന്ന തീരുമാനങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഏറ്റവും ശക്തമായ സമര പരിപാടികളിലേക്ക് യുഡിഎഫ് കടന്നിരിക്കുന്നത്. ഉപരോധ സമരം തിരുവനന്തപുരത്ത് 6 മണിക്ക് തന്നെ ആരംഭിച്ചിട്ടുണ്ട്. നല്ല പ്രവർത്തകരുടെ പങ്കാളിത്തം പ്രകടമാണ്. എങ്ങനെയുണ്ട് മധ്യ കേരളത്തെ സംബന്ധിച്ച്? ശരത്ത്, കൊച്ചിയിൽ പുലർച്ചെ 5 മണിയോടുകൂടി തന്നെ ഉപരോധം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. കളക്ടറേറ്റിലെ 5 ഗേറ്റുകൾ സമരക്കാർ ഉപരോധിച്ചിരിക്കുന്നു. ഈ ഗേറ്റുകളിലൂടെ ഒന്നും ജീവനക്കാർക്കുള്ളിലേക്ക് കടക്കാൻ പറ്റാത്ത വിധം കർശനമായ ഉപരോധമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഒരു ഘട്ടത്തിൽ ഈ കളക്ടറേറ്റിന് എതിർവശമുള്ള വഴിയിലൂടെ വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ടായിരുന്നു. ആ വാഹന ഗതാഗതവും പ്രവർത്തകർ ഇടപെട്ട് തടസ്സപ്പെട്ടിരിക്കുന്നു. പോലീസ് വാഹനങ്ങൾ വഴിതിരിച്ചുവിടുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഏതായാലും 3 വിഷയങ്ങൾ ഊന്നി പ്രളയാനന്തരമുള്ള കേരളത്തിലെ സർക്കാരിന്റെ പ്രവർത്തന വീഴ്ചകൾ, സംസ്ഥാനത്തെ ക്രമസമാധാന വീഴ്ച, ബിജെപിയും സിപിഎമ്മും സംസ്ഥാനത്തെ കലാപകലുഷിതമാക്കുന്നു എന്ന ആരോപണമാണ് ഇവർ ഉന്നയിക്കുന്നത്. ഒപ്പം ആചാരങ്ങൾ സംരക്ഷിക്കുക, ഇങ്ങനെ 3 തലങ്ങളിലുള്ള 3 പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇന്ന് ഈ ഉപരോധ സമരം സംഘടിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും സമീപകാലത്ത് യുഡിഎഫ് നടത്തിയ പരിപാടികളിൽ ഏറ്റവും അധികം പ്രവർത്തക പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായ ഒരു ഉപരോധം കൂടിയായി മാറുകയാണ്. കൊച്ചിയിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി യോഗം ഉദ്ഘാടനം ചെയ്യുമെന്നാണ് അറിയിച്ചിരുന്നത്. എന്നാൽ അദ്ദേഹം ആന്ധ്രയിലായതുകൊണ്ട് അദ്ദേഹത്തിന് എത്താൻ കഴിഞ്ഞിരുന്നില്ല. യുഡിഎഫ് കൺവീനർ ബെന്നി ബെഹനാനാണ് ഇപ്പോൾ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത്. അദ്ദേഹം യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയാണ്. ജീവനക്കാർ ഈ ഗേറ്റ് കടന്ന് അകത്തേക്ക് കയറുന്നതിനോ പോലീസ് ബലപ്രയോഗത്തിലൂടെ അകത്തേക്ക് ആളുകളെ പ്രവേശിപ്പിക്കുന്നതിനുള്ള ഒരു നീക്കം ഉണ്ടാവാത്തത് കൊണ്ട് തന്നെ ഇപ്പോൾ സമാധാനപരമായാണ് ഈ ഉപരോധ സമരം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ശരത്, സമാനമായ ഒരു സാഹചര്യം നേരത്തെ സൂചിപ്പിച്ച പോലെ മറ്റ് ജില്ലകളിലും പ്രകടമാണോ അനീഷ്? എന്തിനു വേണ്ടിയാണ് ഈ ക്രമം?
തീർച്ചയായും നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളനുസരിച്ച് കളക്ടറേറ്റ് ഉപരോധം നടക്കുന്ന എല്ലാ ഇടങ്ങളിലും പൊതുവെ സമാധാനപരമായും ഒപ്പം പ്രവർത്തകരുടെ ഒരു വലിയ പങ്കാളിത്തവും ഇന്നത്തെ ഉപരോധ സമരത്തിനുണ്ട്. മിക്ക കളക്ടറേറ്റുകളുടെയും പ്രവർത്തനം ഏതാണ്ട് തടസ്സപ്പെട്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം പുലർച്ചെ മുതൽ തന്നെ UDFന്റെ പ്രവർത്തകർ ഓരോ കളക്ടറേറ്റുകളിലും എത്തിയിരുന്നു. അവിടെയെല്ലാം ഉപരോധ സമരം സംഘടിപ്പിക്കുന്നുണ്ട്. ഇത്തരമൊരു അവസരത്തിൽ 11 മണി വരെ ഈ യോഗങ്ങളും പ്രതിഷേധ പരിപാടികളും സംഘടിപ്പിക്കും. ഇതിനുശേഷം പ്രധാനപ്പെട്ട നേതാക്കൾ അറസ്റ്റ് വരിക്കും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇടുക്കി അടക്കമുള്ള ഇടങ്ങളിൽ മുൻമന്ത്രി അനൂപ് ജേക്കബാണ് ഈ ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. അവിടെ നിരവധി പ്രവർത്തകർ ഇന്നത്തെ ഈ ഉപരോധ സമരത്തിൽ പങ്കെടുക്കുന്നുവെന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. ശരത്. ശരി അനീഷ്, ഇപ്പോൾ വടക്കൻ കേരളത്തെ സംബന്ധിച്ച വിവരങ്ങളുമായി വിനേഷ് കുമാർ കൂടി ചേരുകയാണ്. വിനേഷ്, ഈ ശബരിമല വിഷയം സജീവമായി നിന്നപ്പോഴാണ് ചില ഉപവാസ സമരങ്ങളും മറ്റുമായി UDF ഉണ്ടായിരുന്നത്. പലപ്പോഴും സമരരംഗത്ത് സജീവമല്ല എന്ന ആക്ഷേപം UDF സംവിധാനത്തിനകത്ത് തന്നെ ഉയരാറുണ്ട്. തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ നല്ല നിലയ്ക്ക് വിഷയങ്ങൾ പ്രചാരണ രംഗത്തേക്ക് കൊണ്ടുവരിക എന്ന ലക്ഷ്യം UDFനുള്ളതുകൊണ്ട് തന്നെ വടക്കൻ കേരളത്തിൽ പൊതുവിൽ ജില്ലാ കളക്ട്രേറ്റുകൾ കേന്ദ്രീകരിച്ചുള്ള ഈ ഉപരോധ സമരം എങ്ങനെയുണ്ട്? പ്രവർത്തകരുടെ നല്ല പങ്കാളിത്തമുണ്ടോ? ഈ കളക്ട്രേറ്റുകളുടെയും മറ്റും പ്രവർത്തനത്തെ അത് ബാധിക്കുന്നുണ്ടോ? വിഷയങ്ങൾ സജീവമാക്കി ഉന്നയിക്കാൻ ഈ ഉപരോധ സമരങ്ങളിലൂടെ കഴിയുന്നുണ്ടോ? ശരത്ത്, തീർച്ചയായും ശക്തമായ പ്രചരണം തന്നെയാണ് നടന്നിരുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഇന്ന് നടക്കുന്ന, അതായത് വടക്കൻ കേരളത്തിൽ ഇന്ന് നടക്കാനിരിക്കുന്ന ഈ ഉപരോധ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വലിയ പ്രചരണങ്ങൾ, രാഷ്ട്രീയപരമായ വലിയ രീതിയിലുള്ള പ്രചരണങ്ങൾ നടന്നിരുന്നു. അതിൻ്റെ ഭാഗമായി തന്നെ പരമാവധി ജന പങ്കാളിത്തം ഉറപ്പുവരുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതിവിടെ പ്രകടമാണ്. പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിലെ ഏറെക്കുറെ എല്ലാ ജില്ലകളിലെയും കലക്ട്രേറ്റുകൾ പൂർണ്ണമായും വളഞ്ഞിരിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കോഴിക്കോട് കലക്ട്രേറ്റിലാണ് ഇപ്പോൾ ഞാനുള്ളത്. കോഴിക്കോട് കലക്ട്രേറ്റിലുള്ള 2 കവാടങ്ങളും പൂർണ്ണമായും UDF പ്രവർത്തകർ ഉപരോധിച്ചിട്ടുണ്ട്. UDFന്റെ പ്രമുഖ നേതാക്കളെല്ലാം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇവിടെ ഉപരോധം ഉദ്ഘാടനം ചെയ്യും. അതുപോലെ തന്നെ മുസ്ലിം ലീഗിലെ MLAമാർ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തിയിട്ട് സമരത്തിന് പൂർണ്ണമായുള്ള പിന്തുണ, അല്ലെങ്കിൽ ഇതിൽ സജീവമായി തന്നെ രംഗത്തുണ്ട്. നമുക്കറിയാം, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രചരണത്തിന്റെ ഭാഗമായുള്ള ഒരു ശക്തി പ്രകടനം എന്നുള്ള രീതിയിൽ തന്നെ വേണമെങ്കിൽ നമുക്ക് ഇതിനെ നിരീക്ഷിക്കാം. അത്തരത്തിലുള്ള ഒരു പ്രവർത്തനമാണ്. കാരണം പ്രളയാനന്തരം ഭരണസ്തംഭനം, അതായത് ഈ കേരളത്തിന്റെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പാളിച്ചകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടും ഒപ്പം തന്നെ വിശ്വാസികൾ, ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ വിശ്വാസികളെ വഞ്ചിച്ചു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ക്രമസമാധാന തകർച്ച ചൂണ്ടിക്കാണിച്ച് ഇത്തരം കാര്യങ്ങളാണ് പ്രധാനമായും സംസ്ഥാന സർക്കാരിനെ കടന്നാക്രമിക്കുന്ന രീതിയിലുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമായി തന്നെ വേണം നമ്മൾ ഈ ഉപരോധത്തെ കാണാൻ. ശരി വിനേഷ്, ഞാൻ മടങ്ങി വരാം. ഇപ്പോൾ കൊച്ചിയിൽ UDF കൺവീനറാണ് ബെന്നി ബെഹനാനാണ് സംസാരിക്കുന്നത്. അതിലേക്ക് അതുപോലെ തന്നെ കുന്നത്തുനാടുണ്ട്. ഞാൻ അഭിമാനത്തോട് പറയുന്നു, ശ്രീ പിണറായി വിജയന്റെ ഗവൺമെന്റ് വെച്ചുകൊടുത്ത വീടിനേക്കാൾ കൂടുതൽ നമ്മുടെ പ്രിയപ്പെട്ട MLAമാർ അവരുടെ നിയോജകമണ്ഡലത്തിൽ വീട് വെച്ചു കൊടുക്കാൻ കഴിഞ്ഞുവെങ്കിൽ എന്തുകൊണ്ട് ഇതിന് കഴിയുന്നില്ല? ഗവൺമെന്റ് ചോദിക്കുന്നു. കൃഷി നഷ്ടപ്പെട്ട കർഷകരോട് ഈ ഗവൺമെന്റ് പറഞ്ഞു, ഞങ്ങൾ കാർഷിക കടങ്ങൾ എഴുതിത്തള്ളും, ഞങ്ങൾ നിങ്ങളെ സഹായിക്കും, നിങ്ങൾക്ക് കോമ്പൻസേഷൻ നൽകും. ഏത് കർഷകന് കൊടുത്തു? ഏത് കർഷകന് കിട്ടി? വളർത്തുമൃഗങ്ങൾ ചത്തുപോയ കർഷകരുണ്ട്. വളർത്തുമൃഗങ്ങൾ പ്രിയപ്പെട്ടവരെ അവരുടെ ഉപജീവന മാർഗമാണ്. ആ വളർത്തുമൃഗങ്ങൾ നഷ്ടപ്പെട്ടു പോയ ചത്തുപോയ കർഷകരോട് ഈ മുഖ്യമന്ത്രി പറഞ്ഞു, ഈ ഗവൺമെന്റ് പറഞ്ഞു, നിങ്ങൾക്ക് ഞങ്ങൾ നഷ്ടപരിഹാരം നൽകും. ചോദിക്കുന്നു, വേദനയോടുകൂടി ചോദിക്കുന്നു, നഷ്ടപരിഹാരം കിട്ടിയോ? UDFന്റെ ഉപരോധ സമരം തുടരുകയാണ്. UDF കൺവീനർ ബെന്നി ബെഹനാനാണ് ഇപ്പോൾ കൊച്ചിയിൽ സംസാരിക്കുന്നത്. ഇപ്പോൾ സംസ്ഥാനത്തിന്റെ ധനകാര്യമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക് ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ തോമസ് ഐസക്, ശബരിമലയിൽ മാത്രം ഒതുങ്ങാതെ UDF തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തേക്ക് പോകുമ്പോൾ സർക്കാരിനെതിരെ ഒരു വലിയ കുറ്റപത്രം തന്നെ നിരത്തിയാണ്. പ്രളയാനന്തരം നവകേരളം എന്നത് വെറും മുദ്രാവാക്യം മാത്രമായി, അതിനുവേണ്ടിയുള്ള ഒരു ചുവട് പോലും മുന്നോട്ട് വെക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ വിവിധ കാർഷിക മേഖലയിലെ പരാജയം, അതാണിപ്പോൾ ബെന്നി ബെഹനാൻ സംസാരിച്ചത്. അങ്ങനെ സമസ്ത മേഖലയിലും ഈ സർക്കാർ പരാജയമാണ് എന്നൊരു നിലപാടുമായാണ് ഉപരോധ സമരം രാവിലെ 6 മുതൽ UDF പ്രവർത്തകർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് പ്രതിപക്ഷം അങ്ങനെയൊക്കെ ഇടപെടേണ്ടതും വർത്താനം പറയുമ്പോൾ വിമർശനങ്ങൾക്ക് ഉന്നയിക്കുകയും ചെയ്യേണ്ടതാണ്. അത് അവരുടെ ചുമതല, അവർ ചെയ്യട്ടെ. പക്ഷേ ഒരാഴ്ച കഴിഞ്ഞാൽ കേരളത്തിലെ ബഡ്ജറ്റ് വരുന്നുണ്ട്. അതോടുകൂടി ഈ വിമർശനങ്ങളെല്ലാം തീരും. കൃത്യമായിട്ട് ഈ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് എന്തെല്ലാം കൊടുത്തു, ഇനി എത്ര കൊടുക്കാൻ ബാക്കിയുണ്ട് എന്നുള്ളതിന്റെ കണക്കുണ്ടാവും. അപ്പൊ എല്ലാവർക്കും ബോധ്യപ്പെടും. പക്ഷെ അത് മാത്രമല്ല, ഈ റീബിൽഡ് കേരള എങ്ങനെയാണ് ഒരു പുതിയ കേരളത്തിലേക്ക് നമ്മൾ നീങ്ങാൻ പോകുന്നത്, അതിന്റെ മുഖ്യ പ്രൊജക്റ്റുകൾ എന്താണ്, അതൊക്കെ നമ്മുടെ ബഡ്ജറ്റിൽ അനാവരണം ചെയ്യപ്പെടാൻ പോയത്.
അതുകൊണ്ട് ഒരാഴ്ച എത്രയും വേഗം പരമാവധി വിമർശനമൊക്കെ നടത്തി നിൽക്കേണ്ടതിന് ശേഷം ബഡ്ജറ്റിന് ശേഷം അതൊന്നും ഉണ്ടാവില്ല ബാക്കി. ഈ ഒരു വിഷയം പ്രളയാനന്തരം ഈ സർക്കാരിനെ വിമർശിക്കാൻ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് വിഷയമാക്കി മാറ്റാനുള്ള UDFന്റെ പരിശ്രമമുണ്ട്. അതിന്റെ തുടക്കമാണ് ഈ സമരം. അത് സർക്കാരിനെ ആശങ്കപ്പെടുത്തുന്നുണ്ടോ? കാരണം ഈ ആളുകൾക്ക് മുൻപിൽ വേണ്ടത് റിസൾട്ടാണ്. ഇനി ചുരുക്കം മാസമേ ഉള്ളൂ തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ. ഓക്കെ, അപ്പോ ഒരു ആശങ്കയും അക്കാര്യത്തിലില്ല. സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു ചർച്ചയ്ക്ക് സന്തോഷമേ ഉള്ളൂ. എന്താണ് സുനാമി വന്നപ്പോ നടന്നത്, എന്താണ് ഇപ്പോൾ വെള്ളപ്പൊക്കം വന്നപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, എത്ര പേർക്ക് 10,000 രൂപ വെച്ച് കൊടുത്തു, എത്ര വീടിന് 1ാം ഗഡുവോ 2ാം ഗഡുവോ നൽകിക്കഴിഞ്ഞു, കൃഷിക്കാർ, ഇതിനൊക്കെ കൃത്യമായിട്ട് കണക്കുണ്ടാവുമല്ലോ. അപ്പൊ കണക്കെല്ലാം വെച്ച് നമുക്ക് സംസാരിക്കാം. പിന്നെ വരാൻ പോണ നിയമസഭയിൽ ഒന്നൊരു ചർച്ചാ വിഷയമായിരിക്കും. സമരമൊക്കെ നടത്തുന്ന സ്ത്രീക്ക് അവര് അത് സംബന്ധിച്ചിട്ടുള്ള അടിയന്തര പ്രമേയമൊക്കെ ഉണ്ടാവും. അതിന് കൃത്യമായിട്ട് സർക്കാർ മറുപടി കൊടുക്കും. സർക്കാരിന് ഭയാശങ്കയൊന്നും ഇല്ലെന്ന് മാത്രമല്ല, വളരെ അഭിമാനത്തോടുകൂടി ഈ പ്രളയവും പ്രളയാനന്തര പ്രവർത്തനങ്ങളും ഏറ്റെടുത്തതിന്റെ ക്രെഡിറ്റുമായിട്ടായിരിക്കും ജനങ്ങളെ സമീപിക്കാൻ പോകുന്നത്. ആ പദ്ധതികൾക്കും അല്ലെങ്കിൽ സർക്കാരിന്റെ ആത്മവിശ്വാസത്തോടൊപ്പം തന്നെ നവീനമായ പല ആശയങ്ങളും മുന്നോട്ട് വെച്ചിരുന്നല്ലോ. ഇപ്പോൾ ക്രൗഡ് ഫണ്ടിങ്, അതുപോലെ തന്നെ കേന്ദ്ര സഹായം, സെസ്സിൽ നിന്നുള്ള GST സെസ്, അതുപോലെ വായ്പാ പരിധി വർദ്ധിപ്പിക്കൽ, ഇതെല്ലാം ഏതൊക്കെ നിലകളിൽ സർക്കാർ ഏത് സമയപരിധിക്കുള്ളിൽ അതിൻ്റെതായൊരു മെച്ചം കേരളത്തിനുണ്ടാക്കാനാകും? അത് വിശദീകരിക്കാൻ സർക്കാരിനാവുമോ? ഒന്ന്, ചില കാര്യങ്ങൾ തീർത്തു കഴിഞ്ഞു. 10,000 രൂപ വെച്ച് കൊടുക്കുന്നതെല്ലാം പലയിടത്തും ഇനിയും കിട്ടാനുണ്ട് എന്ന് പറയുന്ന ആക്ഷേപം വില്ലേജ് ഓഫീസർമാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെ കേരളത്തിൽ എവിടെ ആര് ചോദിച്ചാലും 4 ലക്ഷം വെച്ച് 10,000 രൂപ വെച്ച് കൊടുക്കുന്നില്ലല്ലോ. അതിന്റെ പരിശോധന നടത്തി അതിന്റെ പരിശോധന തീരുമാനം കൊടുക്കും. ചില കാര്യങ്ങളിൽ തർക്കം ഉണ്ടാവും, തർക്കമുള്ള തുടരും, അതില്ലാത്ത കാരണമൊന്നും ഉണ്ടാവില്ല. ഏതായാലും 6 ലക്ഷം പേർക്ക് കൊടുത്തല്ലോ. 6 ലക്ഷം പേരിന്റെ അപ്പുറത്തേക്ക് മൊത്തത്തിൽ എത്ര പേരാ ക്യാമ്പുകളിൽ ഉണ്ടായിരുന്നത്? അപ്പൊ അതുകൊണ്ട് ഇനി 4,000 പേര് കൂടി ഉണ്ടെന്നാണ് പ്രതിപക്ഷ നേതാവ് ഒരിക്കൽ പറഞ്ഞത്. അതിന്റെ പരിശോധന നടത്തും, പരിശോധിക്കും ആരപേക്ഷ എന്നാലും. പക്ഷെ അപേക്ഷിക്കുന്നവർക്ക് കൊടുത്തോളും എന്ന് സർക്കാർ തീരുമാനിച്ചിട്ടില്ല. അതിന് പ്രൊസീജിയർ ഉണ്ട്. വീട് നഷ്ടപ്പെട്ടിട്ടുള്ള മുഴുവൻ പേർക്കും അതിന്റെ പണം നൽകിക്കഴിഞ്ഞിരിക്കും. ഇപ്പൊ തന്നെ 1ാം ഗഡു കൊടുത്തു കഴിഞ്ഞു. സ്ഥലമില്ലാത്തവർക്ക് സ്ഥലം കണ്ടുപിടിക്കുന്നതിന് താമസം വരും, അത് സ്വാഭാവികം തന്നെ. നമ്മൾ റോഡുകള് 1000 കോടി രൂപ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. ആവശ്യാൽ പ്രളയ മേഖലയിൽ റോഡുകൾ, ഗ്രാമീണ റോഡ് പുനർനിർമ്മിക്കാൻ PWDക്ക് 1000 കോടി രൂപ മറ്റൊന്ന് കൊടുത്തിട്ടുണ്ട്. മാർച്ച് 31 വരെ എടുക്കുന്ന മുഴുവൻ വായ്പകളുടെയും പലിശ സർക്കാർ ഏറ്റെടുക്കും. അത് പ്രഖ്യാപനം വന്നു. എത്ര കൊടുക്കാൻ വെച്ചാൽ വായ്പ എടുത്ത് മാർച്ച് 31 കഴിയുമ്പോഴല്ലേ നമുക്ക് വായ്പ എടുത്തിരിക്കുന്നത് മനസ്സിലാക്കാൻ പറ്റുക. അപ്പോൾ ഈ രീതിയിൽ നഷ്ടപരിഹാരം, പലിശ സപ്പോർട്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം വളരെ അഭിമാനത്തോടുകൂടി സർക്കാരിന് റെക്കോർഡ് ഉണ്ടാവും. ഇനിയുള്ളത് പുനർനിർമ്മാണത്തിനുള്ള വൻകിട പ്രൊജക്ടുകൾ. എന്താണ് നമ്മൾ കേരളത്തിൽ തീരപ്രദേശത്ത് ചെയ്യാൻ പോകുന്നത്, കുട്ടനാട്ടിൽ ചെയ്യാൻ പോകുന്നത്, മലയോര പ്രദേശത്ത് ചെയ്യാൻ പോകുന്നത്, അത് ബഡ്ജറ്റ് പറയുന്നതോട് ജനങ്ങൾക്ക് കൃത്യമായിട്ട് ബോധ്യമാവുകയും ചെയ്യും. അതുകൊണ്ട് തപ്പിത്തടഞ്ഞ് നടക്കുകയൊന്നുമല്ല, കൃത്യമായ ധാരണയിലാണ് പോകുന്നത്. പക്ഷെ പ്രതിപക്ഷത്തിന്റെ കടമയാണ് അവരുടെ ഈ വിമർശനം എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അസഹിഷ്ണുതയൊന്നുമില്ല. പക്ഷേ യാഥാർത്ഥ്യബോധത്തോടെ നടക്കുന്ന കാര്യങ്ങൾ കണ്ടിട്ട് അവർ നിലപാടെടുത്തില്ലെങ്കിൽ ജനങ്ങൾ അതിനൊക്കെ തള്ളിക്കളയും. മിനിസ്റ്റർ, പക്ഷേ ഒരു കാര്യം കൂടിയുണ്ട്. യാഥാർത്ഥ്യബോധത്തോടുകൂടി ചിന്തിച്ചാൽ കേരളത്തിന്റെ സാമ്പത്തിക നില അത്ര മെച്ചപ്പെട്ടതൊന്നുമല്ല എന്ന് മുഖ്യമന്ത്രി പോലും പരാമർശിക്കുന്ന സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിൽ ആ യാഥാർത്ഥ്യബോധത്തിൽ നിന്നുകൊണ്ട് വേണം ബജറ്റിലടക്കം മന്ത്രി എന്ന നിലയിൽ താങ്കൾക്ക് ചില കാര്യങ്ങൾ വിശദീകരിക്കാൻ. ഇവിടെ ഉദ്ദേശിച്ചത് ഈ എടുത്ത നടപടികൾ, പ്രളയാനന്തര നടപടികൾ സംബന്ധിച്ച ഏത് നിലയ്ക്കുള്ള ഒരു വിശദീകരണമാണ്? അതിനെ എങ്ങനെയാവും മന്ത്രി വിശേഷിപ്പിക്കുക? ബജറ്റിൽ അതിന്റെ ഒരു സ്ഥാനം എങ്ങനെയാവും വിശേഷിപ്പിക്കുക? എങ്ങനെയാവും അതേക്കുറിച്ചുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിയവർക്ക് പ്രത്യേകം ഫണ്ടുണ്ട്. വീടിന്റെ റിപ്പയർ, മെയിൻ്റനൻസ്, ഇതൊന്നും നമ്മുടെ ബഡ്ജറ്റിലേക്ക് കയറേണ്ട. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി അതിന് പര്യാപ്തമാണ്. അതിൽ നിന്ന് കൊടുത്തുകൊണ്ടിരിക്കും. ആ പണം വേറൊരു കാര്യത്തിനും വേണ്ടി വിനിയോഗിക്കുന്നതല്ല. രണ്ടാമത്തേത് റോഡുകളുടെ റിപ്പയർ കാര്യങ്ങളാണ്. അതിന് ഞാൻ പറഞ്ഞല്ലോ. ഇതിന് പുറമെ ഈ വരാൻ പോകുന്ന പദ്ധതിയിലും ഈ പ്രളയ പഞ്ചായത്തുകൾക്ക് വേണ്ടി മാത്രം പ്രത്യേകം പണം മാറ്റിവെക്കുന്നുണ്ട്. ഉപജീവനം, അതിനു വേണ്ടിയിട്ട് ഒരു കാലത്തും ഇല്ലാത്ത ബോധവുമാണ് ആൾക്കാർക്ക് തൊഴിലുണ്ടാക്കി കൊടുക്കാനുള്ള ഒരു 4700 കോടി രൂപയോളം ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചെലവുകൾ അടുത്ത വർഷം ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്.
പിന്നെ വരുന്നത് പ്രളയത്തിന് ശേഷം ബിൽഡിംഗ് കേരള ബെറ്റർ, അതിനു വേണ്ടിയുള്ള പ്രൊജക്റ്റുകൾ, പരിപാടികൾ, അത് അനാവരണം ചെയ്യല ബഡ്ജറ്റിന്റെ മുഖ്യ ഒരു കടമയായിട്ട് കാണുന്നത്. അതാണ് ഈ തവണത്തെ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിനൊക്കെ പണം ഉണ്ടോ എന്നുള്ളതാണ് ഇപ്പൊ നിങ്ങൾ എന്നോട് ചോദിച്ചത്. ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ അതിന് പണം ഉണ്ടാക്കാനുള്ള ഒരു പദ്ധതിയും ബഡ്ജറ്റിൽ കൃത്യമായിട്ട് പറയും. എനിക്ക് തോന്നുന്നു GST കേരളത്തിന്റെ ഖജനാവില് പോസിറ്റീവായിട്ടുള്ള നമ്മൾ പ്രതീക്ഷിച്ച മാറ്റം കൊണ്ടുവരാൻ പോകുന്ന വർഷമാണ് 19-20. മിനിസ്റ്റർ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ UDF ഉപരോധ സമരങ്ങളിലൂടെ ഉന്നയിക്കുന്ന ആക്ഷേപങ്ങൾക്ക് ബജറ്റ് തന്നെ മറുപടിയാകും. മെച്ചപ്പെട്ട സാമ്പത്തിക അവസ്ഥയിലേക്ക് പോകുന്നു. പ്രളയാനന്തരം കേരളത്തെ പുനർനിർമ്മിക്കുന്നതിന്റെ ഘട്ടത്തിലാണ് സംസ്ഥാന സർക്കാർ എന്നാണ് പറഞ്ഞത്. ധനകാര്യമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക്കാണ് UDFന്റെ ഈ ഉപരോധ സമരത്തിലെ ആരോപണങ്ങൾക്കുള്ള മറുപടിയായി ഇപ്പോൾ പ്രതികരിച്ചത്.